പറയുവാൻ എല്ലാവർക്കും ഒരു കഥയെങ്കിലും കാണും. ഭൂരിഭാഗവും യാത്രാനുഭവങ്ങളായിരിക്കും. ഒന്നുകിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ഒരു ഹൃദയത്തിൽ നിന്ന് മറ്റൊരു ഹൃദയത്തിലേക്ക്. അങ്ങനൊരു പുസ്തകത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരു യാത്രാനുഭവ കഥയാണ് ആസ്ക് മീ എ ക്വസ്റ്റ്യൻ. 21 വയസ്സ് മാത്രമുള്ള ഒരു എഴുത്തുകാരിയുടെ ആദ്യ പുസ്തകം, ഏഞ്ചൽ ഷാജി എന്ന കുട്ടിയുടെ ആദ്യ പുസ്തകം വായിക്കുമ്പോൾ വലിയ പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ബെന്യാമിൻ്റെയും ബഷീറിൻ്റെയും KR മീരയുടെയും മാധവിക്കുട്ടിയുടെയും ഒക്കെ പുസ്തകങ്ങൾ വായിക്കുന്ന വായനാശീലമുള്ളവർക്കും വായനാ ലോകത്തെ തുടക്കക്കാർക്കും ഒട്ടും മടുപ്പിക്കാത്ത രീതിയിൽ വളരെ ലളിതമായിട്ട് 100-ൽ പരം പേജുകളിൽ എഴുതിയിരിക്കുന്ന ഒരു ചെറിയ വലിയ പ്രണയകഥയാണ് ആസ്ക് മീ എ ക്വസ്റ്റ്യൻ. ആദ്യ പുസ്തകമായതുകൊണ്ട് തന്നെ ഏഞ്ചൽ ഷാജി എന്ന എഴുത്തുകാരിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. പുസ്തകത്തിൻ്റെ കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ജീവിതത്തിൽ ഒരിക്കലും തോൽവികൾ നേരിട്ടിട്ടില്ലാത്ത ഒരു മജീഷ്യൻ ആനന്ദ് വർദ്ധൻ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഉണ്ടാകുന്ന ഒരു തോൽവി, ഒരു തകർച്ച, അത് അദ്ദേഹത്തെ തകർത്ത് കളയുന്നു. അതിൽ നിന്നും തന്നെ രക്ഷിക്കാൻ, തന്നെ വീണ്ടെടുക്കാൻ മാജിക്കിൻ്റെ ആദ്യ പാഠങ്ങൾ ഉൾക്കൊണ്ട കൊൽക്കത്ത എന്ന നഗരത്തിലേക്ക് ആനന്ദ് വർദ്ധൻ നടത്തുന്ന ഒരു ട്രെയിൻ യാത്ര. ആ യാത്രക്കിടയിൽ അപ്രതീക്ഷിതമായി കടന്നു വരുന്ന നേത്രാവതി എന്ന പെൺകുട്ടി, അവരുടെ യാത്രയും സൗഹൃദവും പ്രണയവും ഒക്കെ ആയിട്ട് കഥ മുന്നോട്ട് പോകുന്നു. തകർന്നു കിടക്കുന്ന ഒരു ഹൃദയത്തെ തുന്നിച്ചേർക്കാൻ ഒരു പ്രണയത്തിന് സാധിക്കും എന്ന് പ്രണയത്തെ വ്യാഖ്യാനിക്കുമ്പോഴും പ്രണയത്തിൻ്റെ മറ്റൊരു വ്യാഖ്യാനം ജോസഫ് എന്ന കഥാപാത്രത്തിലൂടെ എഴുത്തുകാരി പറയുന്നുണ്ട്. ഒരാളോടോ 2 പേരോടോ മാത്രം തോന്നി അവസാനിക്കുന്നതൊന്നുമല്ല പ്രണയം. പേരും മനുഷ്യരും മാറി വരും, കാലവും സാഹചര്യങ്ങളും മാറിമറിയും. ഇവളെ ഞാൻ പിന്നെ പ്രണയിച്ചതുപോലെ. പ്രണയത്തിനു വേണ്ടി പകപോക്കലുകളും കൊലപാതകങ്ങളും ആത്മഹത്യകളും കുറച്ചൊന്നുമല്ല. സത്യത്തിൽ ഒരു പ്രണയ നഷ്ടവും ലോകാവസാനമല്ല. ഇത്തരത്തിലുള്ള പ്രണയത്തെക്കുറിച്ചുള്ള കാലിക പ്രസക്തമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ അഭിനന്ദനാർഹമാണ്. പ്രിയപ്പെട്ട മായാജാലക്കാരന് ഒട്ടും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു മായാജാലമായി ഇരിക്കാനാണ് എനിക്കിഷ്ടമെന്ന് നേത്ര പറഞ്ഞ് യാത്രയിൽ എവിടെയോ നേത്ര മറഞ്ഞു പോകുമ്പോൾ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു പ്രണയാനുഭവമാണ് ആസ്ക് മീ എ ക്വസ്റ്റ്യൻ വായനക്കാർക്ക് സമ്മാനിക്കുന്നത്. ഇത്തരത്തിൽ പുതിയ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമായതുകൊണ്ട് തന്നെ ആസ്ക് മീ എ ക്വസ്റ്റ്യൻ എല്ലാവരും വാങ്ങി വായിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്തൊരു പുസ്തകത്തിൻ്റെ റിവ്യൂമായിട്ട് വരുന്നവരെ